Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ് ആണ്. ആദ്യത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് OnePlus 9 Pro ഈ ഫോണുകൾ വരാൻ പോകുന്നതായിട്ട് നമുക്കറിയാം. ഓൾറെഡി അതിന്റെ ധാരാളം റൂമേഴ്സും ലീക്സും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ കേട്ട കാര്യങ്ങൾ വെച്ച് എങ്ങനെയുണ്ട് OnePlus 9 and 9 Pro ഈ ഒരു സീരീസ് ഫോണുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഡിസൈനാണ് OnePlus 9 Pro എന്ന ഫോണിനെ സംബന്ധിച്ച് വരാൻ പോകുന്നതെന്നാണ് കേൾക്കുന്നത്. അതായത് ഇതിന്റെ ക്യാമറ റെൻഡേഴ്സ് വെച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ഡിസൈനാണ്. ഏറെക്കുറെ ഇത് തന്നെ ആയിരിക്കും OnePlus 9 Pro എന്നാണ് മനസ്സിലാവുന്നത്. 9ഉം ഏറെക്കുറെ ഇതേ ഡിസൈനിൽ തന്നെയാണ് വരാൻ പോകുന്നത്. സോ OnePlus 9 Pro സീരീസിലെ ഫോണുകളുടെ ഒരു ഡിസൈനാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനകത്ത് 6.7 ഇഞ്ച് വരുന്ന ഒരു ഡിസ്പ്ലേ ആയിരിക്കും 9 Proയിൽ ഉണ്ടാവുക. കർവ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും. അതേപോലെ തന്നെ OLED പാനൽ, അതിൻ്റെ ഒപ്പം തന്നെ പഞ്ച് ഹോൾ ലെഫ്റ്റ് സൈഡിലേക്ക് അലൈൻ ചെയ്ത പഞ്ച് ഹോൾ സെൽഫി ക്യാമറ സെറ്റപ്പും ഉണ്ടായിരിക്കും. സോ ഡിസ്പ്ലേ 144 Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ഒരു സെറ്റപ്പ് ലെവലിൽ തന്നെ OnePlus 9 and 9 Proയിലൊക്കെ നിർത്തും. 9ലേക്ക് വരുമ്പോൾ ഡിസ്പ്ലേ സൈസ് കുറവായിരിക്കും. 6.55 ഇഞ്ച് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിരിക്കും. പ്രോയിൽ മാത്രമായിരിക്കും കർവ്ഡ് ഡിസ്പ്ലേ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. സോ ഓവറോൾ നല്ല സെറ്റപ്പിലുള്ള ഡിസ്പ്ലേയെ കുറിച്ചാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. റിയർ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ക്യാമറ മോഡ്യൂളും കാര്യങ്ങളൊക്കെ 48 മെഗാ പിക്സലിൻ്റെ ക്യാമറ മോഡ്യൂളാണ്. ഇവിടെ 64 കൂടിയ മെഗാ പിക്സലോ ഒന്നും പറയുന്നില്ല, 48 തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ബാക്കി ക്യാമറ സ്പെക്ക് അത്ര വിശദമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും നല്ല ഒരു ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടാവുക എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് 9 Proയ്ക്കകത്ത്. 9ന്റെ കാര്യവും നമുക്ക് കൃത്യമായിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ അറിയില്ല. എന്തായാലും ഈ ഒരു ഡിസൈനിലാണ് OnePlus 9 Pro നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. ഇനി ഇതിന്റെ പെർഫോമൻസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ Snapdragon 875 എന്ന് പറയുന്ന ഒരു പക്ക പെർഫോമൻസ് ലെവൽ കൂടിയ ഒരു പ്രോസസർ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു ഫോൺ വരിക. സോ പെർഫോമൻസ് നമുക്ക് ഓൾറെഡി അറിയാം, ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. 8GB RAM 12GB RAM വരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ നല്ല ഒരു സെറ്റപ്പിലാണ്. ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും നോക്കിയാൽ ഏറെക്കുറെ നമ്മുടെ OnePlus 8T എന്ന ഫോണുമായിട്ട്, അല്ലെങ്കിൽ ആ ഫോണിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഡിസൈൻ തന്നെ ആയിരിക്കും ഈ ഫോണിൽ എന്നാണ് പറയുന്നത്. സോ പുതിയതായ ഒരു ഡിസൈനോ അല്ലെങ്കിൽ പുതിയൊരു സെറ്റപ്പ് എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ പകരം ആ ഒരു OnePlus 8T പോലത്തെ ഒരു ഫോൺ തന്നെ ആയിരിക്കും വരാൻ പോകുന്നതെന്നാണ് ഇപ്പോഴേക്കും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ പെർഫോമൻസ് ലെവലും ടോപ്പ് ലെവലിൽ തന്നെയാണ്. അതേപോലെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെയും 4500 mAh ബാറ്ററി തന്നെ ഉണ്ടാവുള്ളൂ. 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആ ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ഫോണും വരാൻ പോകുന്നത്. സോ ഏറെക്കുറെ നമ്മൾ നോക്കിയാൽ OnePlus 8Tയുടെ ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടുള്ള കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു രീതിയിൽ തന്നെയുള്ള ഒരു ഫോണായിരിക്കും OnePlus 9 and 9 Pro എന്ന് ആ ഒരു സീരീസിലെ ഫോണുകൾ എന്നാണ് മനസ്സിലാവുന്നത്. സോ ഇനി അങ്ങോട്ട് OnePlusന്റെ ഡിസൈൻ പഴയ ഒരു സെൻട്രൽ എലൻഡായ ക്യാമറ സെറ്റപ്പുള്ള ഡിസൈനിൽ നിന്ന് മാറിയിട്ട് ഈ പുതിയ രീതിയിൽ OnePlus 8Tയുടെ പോലെയുള്ള ഫോണുകളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ഇതിനകത്ത് കാര്യമായ ചേഞ്ചസ് എന്തെങ്കിലും വരുമോ നമുക്ക് അറിയില്ല. എന്തായാലും ഇപ്പോൾ ഈ ഒരു റെൻഡേഴ്സ് വെച്ചുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഏറെക്കുറെ ഡിസൈൻ എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. സോ OnePlus 9 Pro നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോവാണ്. ഇതുവരെ കേട്ട ഒഫീഷ്യലായിട്ട് ഇത്തിരി ട്രസ്റ്റഡ് ആയ സോഴ്സുകൾ ഇന്ന് കേട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. സോ OnePlus 9 Pro ഒരു നല്ല രീതിയിൽ നമ്മുടെ മുമ്പിലേക്ക് താമസിയാതെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു കാര്യം, PUBGയുടെ ഒരു ചെറിയ അപ്ഡേറ്റ് ആണ്. വേറെ കാര്യമായ സംഭവങ്ങളൊന്നുമില്ല. അവർ കർണാടകയിൽ PUBG ഇന്ത്യ എന്ന പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ മേ ബി അവരുടെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ അവർ ഇവിടെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കർണാടക, ഇപ്പോൾ ബാംഗ്ലൂർ ബേസ്ഡ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. സോ അവിടെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ലോഞ്ച് ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കൊരു ഇൻഫർമേഷനോ അപ്ഡേറ്റോ ആയിട്ട് വന്നിട്ടില്ല. ജസ്റ്റ് അവർ അവിടെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് സോ എന്തായാലും പ്രൊസീഡിങ്സ് നടക്കുന്നുണ്ട്. താമസിയാതെ സർക്കാർ അതിൻ്റെ ബാനൊക്കെ റിമൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് PUBG കളിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ യാതൊരുവിധ ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് ഇതിനെക്കുറിച്ച് ഇതുവരെയും വന്നിട്ടില്ല. എന്തെങ്കിലും വരികയാണെങ്കിൽ അടുത്ത ദിവസം വീഡിയോകളിൽ നമ്മൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം, സാംസങ്ങിൻ്റെ ഒരു പുതിയ ഫോൺ വരുന്നുണ്ട്. ഇത്തിരി വ്യത്യസ്തമായ സ്റ്റൈലിലുള്ള റോളബിൾ ഡിസ്പ്ലേ ഉള്ള ഫോൺ. ഓൾറെഡി ഓപ്പോയുടെ ഒരു ഫോണിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ജസ്റ്റ് വലിക്കുമ്പോൾ സൈഡിൽ നിന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നീങ്ങി വരുന്ന തരത്തിലുള്ള ഒരു റോളബിൾ ഡിസ്പ്ലേ ഫോണിനെ കുറിച്ച്. അതേ മോഡൽ, ആ ഒരു മോഡലിന് ഓപ്പോ ഒരുപാട് പേറ്റൻ്റൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി കൂടി സാംസങ്ങിൻ്റെ പുതിയതായിട്ട് വരാൻ പോകുന്ന ഫോണും അതേ മെക്കാനിസത്തിൽ തന്നെയാണെന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇമേജുകൾ കാണാം. ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് സ്പ്ലിറ്റ് ആയി തിരി നീങ്ങി വന്ന് ആ ഒരു ഡിസ്പ്ലേ വലുതാവും. തിരിച്ചമർത്തി കഴിഞ്ഞാൽ പഴയ പോലെ ചെറിയ ഫോണായി മാറുന്ന തരത്തിൽ അങ്ങനെ വലിച്ചു നീട്ടാവുന്ന തരത്തിലുള്ള ഡിസ്പ്ലേ, ആ റോളബിൾ ഡിസ്പ്ലേ സെറ്റപ്പിലാണ് സാംസങ്ങിൻ്റെ പുതിയ ഫോണും വരാൻ പോകുന്നത്. എന്തായാലും ഇത്തിരി അഡ്വാൻസ്ഡ് ആയ വേറെ ലെവൽ ഫോൺ തന്നെയായിരിക്കും സാംസങ്ങിൻ്റെ ഈ ഒരു റോളബിൾ ഫോൺ. ബട്ട് ഓൾറെഡി ഓപ്പോ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സെറ്റപ്പ്. LG കൊണ്ടുവരും. ഓവറോൾ എല്ലാ കമ്പനികളും ഇനി ഫോൾഡബിൾ റോളബിൾ ഫോണുകളൊക്കെ ആയിട്ട് ധാരാളമായിട്ട് വരാൻ പോവാണ്. സോ ടാബിന് വേണ്ടി നമ്മളിനി എക്സ്ട്രാ പൈസ കളയേണ്ടി വരില്ല. മിക്കവാറും നമ്മുടെ ഫോൺ തന്നെ നമുക്ക് ടാബാക്കി മാറ്റി യൂസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്കാണ് ടെക്നോളജികൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഓപ്പോ ആദ്യമായിട്ട് അവതരിപ്പിച്ചപ്പോൾ സാംസങ് കൊണ്ടുവരുന്നു. ബാക്കിയുള്ള ബ്രാൻഡുകളും തുടരെ പിന്നാലെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു കാര്യം, സാംസങ്ങിൻ്റെ A12 എന്ന ഒരു ഫോൺ സാംസങ് അവതരിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ്. നമ്മളിതിന് മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫോൺ അവർ അവതരിപ്പിക്കാൻ പോകുന്ന കാര്യം. ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടില്ല എങ്കിലും ഈ ഒരു ഫോൺ കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട്. HD+ ഡിസ്പ്ലേക്ക് ആയിട്ട് ഒരു 10 രൂപ 12 രൂപ അല്ലെങ്കിൽ 13 രൂപ മാക്സിമം ആ ഒരു റേഞ്ചിനകത്ത് താഴെയായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ഫോണാണെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിന് കൂടുതൽ പ്രൈസ് ഇവർ ചാർജ് ഈടാക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്തായാലും 13 രൂപ താഴെ തന്നെയാണ് അതിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത്.
6.5 ഇഞ്ച് വരുന്ന HD+ TFT ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് ഉണ്ടാവുക. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും MediaTekന്റെ Helio P35 എന്ന് പറയുന്ന പ്രോസറും കാര്യങ്ങളൊക്കെയാണ്. 48 മെഗാ പിക്സലിന്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പിൽ വൈഡ് ആംഗിൾ ക്യാമറയും ഉൾപ്പെടുന്നുണ്ട്. 8 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയുണ്ട്. 3GB RAM, 4GB RAM, 6GB RAM വേരിയന്റുകൾ വരെ വരുന്നുണ്ട്. 32GB സ്റ്റോറേജും 64GB സ്റ്റോറേജും 128GB സ്റ്റോറേജും ഒക്കെ ഈ ഒരു ഫോണിനകത്ത്. 5000 mAh ബാറ്ററിക്ക് 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇവർ സപ്പോർട്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു നോർമലായ ഒരു ഫാസ്റ്റ് ചാർജിംഗ് പൊതുവേ സാംസങ് ഫോണുകളിൽ 15000 രൂപ റേഞ്ചിൽ കാണുന്ന ഒരു ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനമൊക്കെ ഇതിനകത്തും നമുക്ക് കിട്ടുന്നുണ്ട്. 15 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ്. കളറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ്, റെഡ് അങ്ങനെയുള്ള കളറുകളൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. സംഗതി എന്തായാലും ഇത്തിരി വ്യത്യസ്തമായ നല്ലൊരു ഡിസൈൻ ആയിട്ടുണ്ട്. മുമ്പ് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത്തിരി നല്ല ഡിസൈനിലേക്ക് സാംസങ് ഇപ്പോൾ ഫോൺ ഇറക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന്. എന്തായാലും ഈ ഫോൺ താമസിയാതെ ഇന്ത്യയിലേക്ക് എത്തും. കൃത്യമായ ഡേറ്റും കാര്യങ്ങളും അറിയുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോകളിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അത്രയുമാണ് ഇന്നത്തെ ചെറിയൊരു ടെക് അപ്ഡേറ്റ്. കൂടുതൽ ടെക്നോളജി വാർത്തകളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോകളിൽ വീണ്ടും കണ്ടുമുട്ടാം.